മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു നിനക്ക് അഭിനയിക്കണം, നീ പറഞ്ഞു. ഞാൻ ചാക്കോച്ചേട്ടൻ മലയാളി ടീച്ചറും മോൻ പൊന്നായിട്ട് നീ എന്താ ഇവിടെ അല്ല സാറ് അടുത്ത കൊടുത്തിട്ട് വരാൻ ഞാൻ ജോയിൻ ചെയ്തു. ഞാനാണ് കൊടയൊക്കെ പിടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കും. ഞാൻ സുഖിതേട്ടൻ ഞാൻ അതൊക്കെ നീ ഇവിടെ നിന്നാ മതി, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നടന്നു പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയ വന്നത്. നീയാണ് പുതിയ വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചെടുക്കും. സാറ് ശരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, റീൽസും. അപ്പോൾ സ്കൂൾ യുവജനോത്സവങ്ങൾ, അതായത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ നിന്ന് സംവിധായകർ നടന്മാരെ സിനിമയിലേക്ക് എടുത്തു. മോയിഷ, വിനീത്, അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ മോണാക്റ്റും കഥാപ്രസംഗമൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ പഠിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ്. പൊന്നാനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് കുട്ടികളെല്ലാവരും മത്സരിക്കും. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടുകയാണെങ്കിലേ മത്സരിക്കുള്ളൂ. മാതാപിതാക്കൾ മത്സരിക്കും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മോണാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. സൈക്കിളിൽ ഡെയിലി ചവിട്ടി വന്ന് നമ്മളെ മോണാക്റ്റ് പഠിപ്പിച്ച് ആദ്യം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് അറിയാത്ത കാരണം അവിടെ നിന്ന് പോയത്. അവസാനം മലയാളത്തിൽ എന്നെ ഒന്ന് ചേർന്നു 9ാം ക്ലാസ്സിൽ. അപ്പോൾ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പിന്നീട് മോണാക്റ്റ്, കഥാപ്രസംഗം എല്ലാം പഠിപ്പിച്ചു ഉണ്ണികൃഷ്ണനായിട്ടാണ്. നാടകവും. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക, എല്ലാവരും ഒന്ന് മുന്നോട്ട് നമ്മുടെ സിബി സാറിന്റെ കമൽ സാറിന്റെ അടുത്തേക്ക് നിൽക്കുക. എല്ലാവരുടെയും അനുവാദത്തോടും സ്നേഹത്തോടും എല്ലാവരും ചേർന്ന് നിൽക്കുക. സ്നേഹത്തോടും ഒക്കെ കൂടി ഇവിടെ ഈ നിമിഷം നമ്മൾ ആദരിക്കാൻ പോവുകയാണ്. 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷൈൻ ചേട്ടനെ നമ്മൾ ആദരിക്കുക. എല്ലാവരും ചേർന്നേക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ഒത്തിരി ക്യാമറകളുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്നിച്ച് നിങ്ങളുടെ അനുവാദത്തോടു കൂടി സ്നേഹത്തോടു കൂടി വിവേകാനന്ദൻ വൈറലാണ് എന്ന ഈ ചിത്രത്തിന്റെ 100 സിനിമകൾ പൂർത്തിയാക്കുന്ന നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കോ ഇവിടുത്തെ 2 മലയാളത്തിന്റെ പ്രിയ സംവിധായകർ 2 പേരും ചേർന്ന് ആദരിക്കുകയാണ്. ഒപ്പം ഇനി ഒരു പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിലൂടെ നമ്മുടെ ഈ സിനിമയുടെ തന്നെ 2 പ്രൊഡ്യൂസേഴ്സായ നസീർ സാറിനെയും അതുപോലെ തന്നെ ഷെല്ല സാറിനെ ക്ഷണിക്കുന്ന അവർ 2 പേരും ചേർന്ന് പൊന്നാട അണിയിച്ചുകൂടി ക്രിസ്ത്യൻ ചേട്ടനോട് ചേർന്ന് ആദരിക്കുന്നു. ഇനിയാണ് നമ്മൾ വിവേകാനന്ദൻ നമ്മളോട് മിണ്ടാൻ പോകുന്നത്. തരതരൊന്നും മിണ്ടിയത് മിണ്ടലല്ല. എല്ലാം പറയാനുള്ളതൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞു. +2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മിക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേസിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോണാക്റ്റിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് പൊട്ടിച്ചിട്ടുള്ള ഒരു സാധനം അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോച്ചേട്ടൻ്റെയും മരി ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. ഞാൻ മോണാക്റ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിന് ഫസ്റ്റ് ചാൻസൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാം. അയ്യോ സാറ് കൂടി ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ. അങ്ങനെ പറഞ്ഞു നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പറും തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴൊക്കെ സബൂർ ആൻറ്റിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെ സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുചേട്ടൻ്റെ അല്ലെങ്കിൽ അക്കുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുമെന്ന്. അപ്പോൾ ഞാൻ പപ്പച്ചി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്. പപ്പിലു ആണെങ്കിൽ ഡാഡിയും മമ്മിയും, അങ്ങനെയാണ് പിള്ളേര് വിളിക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് ക്രാക്ക് ആക്കി. അപ്പൊ മനസ്സിലായി ഇത് എവിടെ വെറുതെ പറയാം. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ അതല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കുക എന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങുന്നത്. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി നടനായി നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഊർജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രം 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ ഇങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാളം മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാ രസാഗു ഉസാഗു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് പഠിക്കണ്ടല്ല. അപ്പൊ മലയാളം അറിയില്ല എന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോ ചേട്ടന്റെയും മരിയ ടീച്ചറുടെയും മോൻ ആനപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിൽ ആണി കുത്തി തുരുമ്പ് കയറി ആകെ പോയസനായിട്ട്, അല്ല എന്താ പറയാ, ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്, സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ, 7ാം ക്ലാസ് പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. 2 പേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു ചാൻസ് വാങ്ങി തരണമെന്ന് പറഞ്ഞു. അന്ന് അഴകേരാണ് റിലീസ് ചെയ്തത്. പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നതെന്ന് മനസ്സിലായി. അഴകേരാവണമെന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടന്നത് കാവ്യ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, വിചാരിച്ചിട്ടായിരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്തു. സാറും സുഖമാക്കി ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു, നീ പറയാനുള്ളത് പറയാ, പെട്ടെന്ന് എന്താ പറയാനുള്ള ഓട്ടോഗ്രാഫ്. അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെ, സ്നേഹപൂർവ്വം ഷൈൻ, പേര് മാറ്റും. എനിക്ക് സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മിയോട്, മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞ. അപ്പൊ മമ്മി പറഞ്ഞു, എനിക്കത് അഭിനയിക്കണം, നീ പറഞ്ഞോ? അപ്പൊ സാറ് കീറിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറ് എന്നിട്ട് കീറിട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞിട്ടപ്പോ എന്താ പരിപാടി? സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ +2 കാണാൻ പോയത്. സെബുറാലിയുടെ ഫോൺ നമ്പർ വാങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മിനോട് പറഞ്ഞു, സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ വെറുതെ നമ്പർ ഇട്ടോ ഇത് അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോൾ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് എടുക്കും, ദിലീപേട്ടൻ്റെയും നീരജാസിൻ്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോൾ അപ്പൊക്കെ പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കണ്ടത്. എൻ്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ചാൻസ് വയ്ക്കണ പോലെ ഓണാക്ട് കളിക്കണ പോലത്തെ പരിപാടിയില്ലല്ലോ. ഇത്രയും ആൾക്കാരും ലൈറ്റും ബഹളവും എൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്. ഞാൻ സാറിനെ നോക്കി വേണം, സാറ് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും, ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല. അപ്പം ഞാനും ആ കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കയറി പറ്റും. നോക്കുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖമായിട്ടാണ് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമ്മി സാറ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സാറേ ഞാൻ ചാക്കോച്ചേട്ടൻ്റെ മോൻ കാരണം ടീച്ചറിനെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ, എനിക്ക് സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ ഇല്ലേ? കാരണം പപ്പലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം, പ്ലസ് ടുവിൻ്റെ. പോയി പരീക്ഷ എഴുതിയിട്ട് വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മിയെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു വയ്ക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്. കാരണം അടുത്ത പടമാവണ്ടേ, അടുത്ത പടമാവാന്നാണ് പറഞ്ഞത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മണി പോകണം. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാണോ? പത്രത്തിൽ കമൽ ചിത്രം തുടങ്ങുന്നു, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ. അപ്പൊ തന്നെ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ പോവാണ്. അന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തൃശ്ശൂർ. ഒരു കവറിൽ ഡ്രസ്സും 2 ഡ്രസ്സ് ജോലി എടുത്ത് പോയി ലൊക്കേഷനിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അവിടെ എത്തിയപ്പോൾ സിദ്ധും ജിഷ്ണുവാണെന്ന് അഭിനയിക്കുന്നത്. അവര് നമ്മൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ കോളേജ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലം തന്നെ കോളേജ്. ഒരുപാട് പിള്ളേരും പിള്ളേരൊക്കെ വെക്കേഷൻ ആയിട്ടാണ് ഇപ്പോൾ ആ സ്ഥലത്തിൽ പഠിക്കാൻ പോകുന്നതായിരിക്കും ഇത്രയധികം ആൾക്കാർ. അപ്പൊ നമ്മളിതിൽ കാണുന്നില്ല, ഞാൻ സാറിനെ കാണുന്നുണ്ട്. അപ്പൊ സാറ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും സുഖമായിട്ടുണ്ട് ക്യാമറ ചെയ്യാന്ന്. അപ്പൊ ഞാൻ സുഖമായിട്ട് അത്യാവശ്യം നല്ല വലിയ ക്യാമറയിലൊക്കെ ഇരിക്കുന്നത്. രണ്ടുപേരും ഇറങ്ങി വരുന്ന ഒരു ഷോട്ടാണ് ആദ്യം എടുത്തത്. ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് കയ്യടിയൊക്കെയുണ്ട്. ആ ഷോട്ട് കഴിഞ്ഞ് രേണുകയുടെ ഒരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടുള്ളത്. അപ്പൊ മനോഹരമായിട്ടില്ല നമ്മുടെ ട്രെയിനിലെ മനോഹരയുടെ കുട പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് രേണുകയുടെ. അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ 2-3 ടേക്ക് കഴിഞ്ഞപ്പോ മനോഹരയുടെ മെല്ലാം കുട അവിടെ വെച്ചിട്ട് ബാങ്കിലേക്ക് പോയി. അതിന്റെ ഇടയിൽ ടേക്ക് 3-4 ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ സാറ് നോക്കുമ്പോ ഓക്കെ റെഡി അല്ലേ? അപ്പൊ ഞാൻ റെഡി. അങ്ങനെ ടേക്ക് ഓക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് തുടങ്ങി. അപ്പൊ തന്നെ സാർ പാക്കപ്പം വിളിച്ചു. കാർക്ക് കയറുമ്പോ ഞാൻ സാറാ ഞാൻ ചാക്കോച്ചേട്ടൻ മലയ ടീച്ചറും മോൻ പൊന്നായിട്ട്. നീ എന്താ ഇവിടെ? അല്ല സാറ് അടുത്ത കൊടുത്തിട്ട് വരാൻ പറ്റില്ല, ഞാൻ ജോയിൻ ചെയ്തു. ഞാനാണ് കുടയൊക്കെ പിടിച്ചു. അല്ല സാറേ, അപ്പൊ നീ ആ ഹോട്ടലിലേക്ക് വരണം. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കണതല്ലാട്ടാ, താമസിക്കുന്ന ഹോട്ടൽ, ലൂസി ഹോട്ടൽ. അവിടേക്ക് വന്നു. അവിടെ ചെയ്തപ്പോ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഫോൺ വിളിച്ച് റിസപ്ഷനിൽ സാറിന് ഒന്ന് ഓർമ്മിപ്പിക്കും. സാറേ ഞാൻ ഇവിടെ ഉണ്ട്, ചക്കച്ചോടൻ്റെ. അങ്ങനെ സാറിന് റൂമിലേക്ക് വിളിപ്പിച്ചു. എനിക്കറിയാം ഇത് ഒഴിവൊഴിവ് പറയാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഒന്നും ടെൻഷൻ അടിക്കണ്ട, താമസിക്കേണ്ട ചിലവൊന്നും കാര്യം ഒന്നും ആലോചിക്കേണ്ട. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് വരാം, അമ്മയുടെ വീട് ആരാമാവാം. പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പിന്നെ ഒരു അധിക ചിലവും ഉണ്ടാവില്ല, ഞാൻ ഡെയിലി വീട്ടിൽ നിന്നോളാം, എന്നെ നിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈ പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പറഞ്ഞേക്കാന്ന് അറിയില്ലല്ലോ. ദുബായിലേക്കാ ബഹ്റൈനിലേക്കാ സൗദിയിലേക്കാണെങ്കിൽ കഴിയും. അപ്പൊ അങ്ങനെ സാറ് പറഞ്ഞു ആ എല്ലാ ഷൈന ഇപ്പൊ ആള് കൂടുതൽ, ഇപ്പൊ തന്നെ ഒരാൾ കൂടുതലുണ്ട്. ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട്. അതാണ് നേരത്തെ സൗമ്യം പറഞ്ഞ ഷംജു. നറുക്ക് വേണമെന്ന് പറഞ്ഞില്ല കുടുംബത്തിൽ നിന്ന്. അപ്പൊ അടുത്ത പടത്തിൽ സാറ് അടുത്ത പടം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, ഇങ്ങനെയൊക്കെ നിന്നോളാം. ഒരു തരത്തിലും പോകും. കാരണം ഇത്തിരി ബോധമുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി വിടാമല്ലോ. ഇതൊരു പയ്യന് വരികോയി അല്ലെങ്കിൽ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും. എന്റെ ബുദ്ധിയിൽ വന്നത് സാറിനോട് ഇനി വിളിച്ചു ചോദിച്ചാൽ സാറ് അടുത്ത പടം വീണ്ടും പറയും വരണ്ടാന്ന്. അത് കാരണം ഞാൻ നേരത്തെ സാറിനോട് പോലും ചോദിക്കാതെ ജോയിൻ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സലീം പുതിയ ആളുകൂടി വരുന്നുണ്ടോ ഉണ്ടോ എന്തുകൊണ്ട് അപ്പൊ
സാറ് പറഞ്ഞു സെലീനെ പോയി കണ്ടാൽ മതി. അപ്പൊ സെലി എന്ന് പറയുമ്പോ ഞാനത് ഇത് ഏത് സെലി എന്നുള്ളത് അന്വേഷിച്ചിരുന്നു. പിറ്റേ ദിവസം ഞാൻ വന്നു, ഞാൻ ലൊക്കേഷനിലോ സെലീനെ അന്വേഷിച്ച് നടക്കുക. അതിന്റെ ഇടയിലാണ് എന്നെ ഇവിടെ നിർത്തും, എന്നിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറയും, എന്നിട്ട് അവിടെ നിർത്തി ഇങ്ങോട്ട് നടക്കും. അത് നമ്മുടെ സുഗീത് വിചാരിച്ച് ഞാൻ ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് പയ്യനാണ്, കോളേജല്ലേ, അപ്പൊ ഒരേ പ്രായത്തിലുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചതായിരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പണി, ഇവിടെ നിന്ന് അങ്ങനെ നടക്കാൻ ഇങ്ങോട്ട് നടക്കും. അപ്പൊ ഞാൻ സുഗീതാണ് ഞാൻ അതൊക്കെ നീ ഇവിടെ മതി, ഇവിടെ നിന്നിട്ട് അങ്ങനെ നടന്നു പോകും. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പുതിയ വന്നത്. നീയാണ് പുതിയ വന്നത്, നിന്നെ 2 ദിവസമായി ഇവിടെ അന്വേഷിച്ചു. സാറ് ശരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയതാ. അന്ന് ആദ്യം പെട്ടിച്ചു വന്നത് കഥ കൊണ്ടുപോകുന്നത് നമ്മളാന്ന് പറയാ. ഞാൻ കണ്ടു അങ്ങനെ സ്ക്രിപ്റ്റ് ബോക്സ്. അപ്പൊ നമ്മൾ തമാശയില് പറയും ഇവരൊക്കെയാണ് അഭിനയിക്കുന്നത്, കഥ കൊണ്ടുപോകുന്നത് നമ്മളാ. രാവിലെ ചുമന്ന് കൊണ്ടുപോയി ആ പെട്ടി അവിടെ വയ്ക്കും. അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടി നമ്മൾ നേരെ പൊന്തിച്ചിട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും കൊണ്ടുവരണം, എല്ലാതും. പെട്ടെന്ന് എപ്പോഴാ ചോദിക്കാന്ന് അറിയില്ല. അങ്ങനെ അതവിടെ വരെ എത്തി. ഇതെങ്ങനെ പറഞ്ഞു എത്തിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഇതുവരെയായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില്. അത്രയും ദൈർഘ്യമില്ല ഈ 100ലേക്ക് എത്താൻ. കാരണം ഇതിപ്പോ വന്നു എനിക്ക് 100 വയസ്സ് ഒരു പ്രതീതിയാണ് എല്ലാവരും കാണുമ്പോ. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അല്ല, നമ്മളിടയ്ക്ക് ആഘോഷിക്കാറുണ്ടല്ലോ 75-ാം വയസ്സ് 100-ാം വയസ്സൊക്കെ, അതേപോലെ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.